ദൈവമനുഷ്യന്റെ സ്നേഹഗീത അധ്യായം 187 വാല്യം 4 രണ്ടാമത്തെ പെസഹായ്ക്ക് വേണ്ടി ജെറുസലേമിലേക്ക്. തരീഖായിൽ നിന്ന് താബോർ മലയിലേക്ക്. വള്ളങ്ങൾ തിരിച്ചയച്ചുകൊണ്ട് ഈശോ പറഞ്ഞു, ഞാൻ തിരികെ വരുന്നില്ല. അപ്പസ്തോലന്മാരോടൊപ്പം ഈശോ തെക്കു പടിഞ്ഞാറുള്ള മലയുടെ ഭാഗത്തേക്ക് നടന്നു. ആ പ്രദേശം വളരെ ഫലഭൂയിഷ്ഠമായി കാണപ്പെട്ടു. അപ്പസ്തോലന്മാർ പരസ്പരം നോക്കിക്കൊണ്ട് ഒന്നും മിണ്ടാതെ നടന്നു. യഥാർത്ഥത്തിൽ അതിമനോഹരമെങ്കിലും വന്യമായ പ്രദേശത്തുകൂടിയുള്ള യാത്രയിൽ അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. അവരുടെ കാലുകളിൽ പുല്ലുകൾ കുരുങ്ങിപ്പിടിച്ചു. ഈറകളിൽ നിന്ന് മഞ്ഞുതുള്ളികൾ തലയിൽ പൊഴിഞ്ഞു വീണു. കുറ്റിച്ചെടികളുടെ കനത്ത കമ്പുകളും കായ്കളും മുഖത്തടിച്ചു. അരളിച്ചെടിയുടെ ദുർബലമായ ശാഖകൾ അവരെ ഇക്കിളിപ്പെടുത്തി. പുല്ല് മൂടിക്കിടന്ന വെള്ളക്കെട്ടുകളിൽ അവരുടെ കാലുകൾ താണു. കോരപ്പുല്ലുകളും കളപ്പുല്ലുകളും വെള്ളക്കെട്ടുകളെ പൂർണ്ണമായും മൂടിയിരുന്നു. അതേസമയം ഈശോ വളരെ സന്തുഷ്ടനായിരുന്നു. ഹരിതാഭമായ സസ്യങ്ങളും ബഹുവർണ്ണമായ പുഷ്പങ്ങളും അദ്ദേഹത്തെ ആകർഷിച്ചു. തറയിൽ ഇഴഞ്ഞു കിടക്കുന്നവയും കയറുന്നവയും ആയി പലതരം ചെടികൾ അവിടെ ഉണ്ടായിരുന്നു. കോളാമ്പി പൂച്ചെടി, പരുത്തി, ലില്ലി മുതലായവ ആ പ്രദേശത്ത് ഭംഗി പകർന്നു. അതിമൃദുലവും മുത്തുപോലെ മഞ്ഞുതുള്ളികൾ പതിഞ്ഞിരുന്നതുമായ വെള്ളത്തണ്ടുകൾ ഈശോയെ ആകർഷിച്ചു. വെള്ളത്തിന് മുകളിൽ പച്ചപ്പട്ട് വിരിച്ചതുപോലെ ശോഭിക്കുന്ന കോരപ്പുല്ലുകളെ ഈശോ ശ്രദ്ധാപൂർവം നോക്കിക്കണ്ടു. പക്ഷികൾ കൂടുകെട്ടുന്നതും അവ അങ്ങോട്ടും ഇങ്ങോട്ടും പറക്കുന്നതും കച്ചിക്കഷ്ണങ്ങളും ഈറക്കഷ്ണങ്ങളും കൊത്തിയെടുത്തുകൊണ്ടുവരുന്നതും ആടുകളുടെ രോമങ്ങൾ ശേഖരിക്കുന്നതുമൊക്കെ അവിടുന്ന് കണ്ടു. ഈ ലോകത്തിലെ ഏറ്റവും സന്തുഷ്ടനായ മനുഷ്യനായി അദ്ദേഹം കാണപ്പെട്ടു. ലൗകികമായ തിന്മകളും തെറ്റുകളും ദുഃഖങ്ങളും വഞ്ചനകളും എവിടെ പോയി? ഇതിനൊക്കെ അപ്പുറമായി ഈ ലോകം പച്ചപിടിച്ച പുഷ്പാലങ്കൃതമായ മരുപ്പച്ചയായി തീർന്നിരിക്കുന്നു. അവിടെ എല്ലാം സുഗന്ധപൂർണവും പ്രകാശമാനവും സുസ്മിതവും സംഗീതമയമാണ്. ഇതാണ് സ്വർഗീയ പിതാവ് സൃഷ്ടിച്ച ഭൂമി. ഇത് മനുഷ്യൻ വികൃതമാക്കിയ ഭൂമിയല്ല. ഇവിടെ മനുഷ്യനെ വിസ്മരിച്ചു കളയാം. തന്റെ സന്തോഷം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണമെന്ന് ഈശോയ്ക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇതിന് അനുകൂലമായ ഒരു സാഹചര്യം കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അപ്പസ്തോലന്മാരുടെ ഹൃദയങ്ങൾ വളരെ ക്ഷീണിതവും കയ്പ് നിറഞ്ഞതുമായിരുന്നു. വിട്ടുവീഴ്ചയില്ലാത്ത മൗനം മുഖേന അവർ ഇതിന് അനുസൃതമായി കാര്യങ്ങളോടും ഗുരുവിനോടും പ്രതികരിച്ചു. കൊടുങ്കാറ്റിനു മുമ്പുള്ള നിശ്ചലത പോലെയായിരുന്നു ഈ മൗനം. ഈശോയുടെ താല്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്തത് അദ്ദേഹത്തിന്റെ ബന്ധുവായ ജെയിംസും തീഷ്ണനും യോഹന്നാനും മാത്രമായിരുന്നു. ബാക്കിയുള്ളവർ ശത്രുതയൊന്നും കാണിച്ചില്ലെങ്കിലും ശ്രദ്ധാലുക്കൾ ആയിരുന്നില്ല. ഒരുപക്ഷെ അവർ മൗനം പാലിച്ചത് അതും ഇതും പറഞ്ഞ് പിറുപിറുക്കാതിരിക്കാൻ വേണ്ടി ആയിരിക്കാം. എന്നാൽ ആന്തരികമായി അവർ സംസാരിക്കുന്നുണ്ടാവാം, വളരെയധികം. ഈ സമയത്ത് ഒരു മീൻകൊത്തിപ്പുള്ള് താണു പറന്ന് ഒരു ചെറിയ വെള്ള മത്സ്യത്തെ കൊത്തിയെടുത്ത് ഇണയ്ക്കു കൊണ്ടുപോയി കൊടുക്കുന്നത് അവർ കണ്ടു. അത്ഭുതപൂർവം അവർ അത് നോക്കിക്കണ്ടു. അതോടെ അവരുടെ അധരങ്ങൾ തുറന്നു. ഇതിലും മാന്യമായ ഒരു പ്രവൃത്തി എന്തുണ്ട്? ഈശോ ചോദിച്ചു. ഒരുപക്ഷെ ഇതിലധികം മാന്യമായ പ്രവൃത്തി ഇല്ലായിരിക്കാം. എങ്കിലും ഒരു കാര്യം ഞാൻ ഉറപ്പു പറയാം. ഇതിലും സുഖകരമായി ബോട്ടിൽ യാത്ര ചെയ്യാമായിരുന്നു. ഇവിടെയും വെള്ളത്തിൽ നനവുണ്ട്. എങ്കിലും ഈ യാത്ര ഞങ്ങൾക്ക് സുഖപ്രദമായി തോന്നുന്നില്ല. കച്ചവട സംഘം പോകുന്ന വിശാലമായ വഴി അപ്പുറത്തുണ്ട്. വേണമെങ്കിൽ അതിനെ ഉദ്യാനം എന്ന് പോലും വിളിക്കാം. എനിക്കിഷ്ടം ആ വഴിയാണ്. ശിമയോൻ പറഞ്ഞതിനോട് ഞാനും പൂർണ്ണമായി യോജിക്കുന്നു, യൂദാസ് കറിയോത്ത പറഞ്ഞു. കച്ചവട സംഘത്തിന്റെ വഴി നിനക്കിഷ്ടമായിരുന്നില്ലല്ലോ? ഈശോ മറുപടി പറഞ്ഞു. ശരിയാണ്, എന്നാലും ഗർഗീസൻസിലേക്ക് ഞാൻ പോകുമായിരുന്നില്ല. അവിടെ നിന്നും മറ്റെവിടോട്ടെങ്കിലും മാത്രമേ ഞാൻ പോകുമായിരുന്നുള്ളൂ. നദി കടന്ന് ഗദാറ, പെല്ല എന്നീ സ്ഥലങ്ങളിലൂടെ താഴോട്ട് തെക്കുവശത്തേക്ക് ഞാൻ പോകുമായിരുന്നു.
ബെർത്തലോമിയോ പിറുപിറുത്തു. അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തായ ഫിലിപ്പോസ് പറഞ്ഞു, റോഡുകൾ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. നമുക്കും അതുവഴി പോകാമായിരുന്നു. എന്റെ സുഹൃത്തുക്കളെ, ഞാൻ വളരെ വേദന അനുഭവിക്കുന്നവനും ദുഃഖിതനുമാണ്. നിങ്ങളുടെ അല്പത്വം കൊണ്ട് എന്റെ ദുഃഖം വർദ്ധിപ്പിക്കാതിരിക്കൂ. വിദ്വേഷമറിയാത്ത വസ്തുക്കളിൽ നിന്ന് ഞാൻ സന്തോഷം കൊള്ളട്ടെ. ദുഃഖപൂർണമെങ്കിലും കരുണാമയമായ ഈ ശകാരം അപ്പസ്തോലന്മാരുടെ മനസ്സിളക്കി. ഗുരു, അവിടുന്ന് പറഞ്ഞത് ശരിയാണ്. അങ്ങയുടെ അനുയായികൾ ആകാൻ ഞങ്ങൾ യോഗ്യരല്ല. ഞങ്ങളുടെ വിഡ്ഢിത്തം ഞങ്ങളോട് ക്ഷമിക്കൂ. ഈ പ്രകൃതി സൗന്ദര്യം അങ്ങ് ആസ്വദിച്ചുകൊള്ളൂ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് പരിശുദ്ധനാണ്. അവിടുന്ന് ഹൃദയത്തിന്റെ കണ്ണുകൾ കൊണ്ടാണ് ഇത് കാണുന്നത്. ഞങ്ങൾ സ്ഥൂല ശരീരമുള്ളവരും അതിലൂടെ മാത്രം കാര്യങ്ങൾ ഗ്രഹിക്കുന്നവരുമാണ്. എങ്കിലും അങ്ങ് ഇത് കാര്യമാക്കേണ്ട. ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. സ്വർഗത്തിലായാലും അങ്ങ് കൂടെ ഇല്ലാത്ത പക്ഷം ഞങ്ങൾ ദുഃഖിതരായിരിക്കും. അങ്ങ് കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് എപ്പോഴും സന്തോഷമാണ്. ഇത് അംഗീകരിക്കാത്തത് ഞങ്ങളുടെ ശരീരം മാത്രമാണ്. പലരും പിറുപിറുത്തു. നാം ഇവിടെ നിന്നും വളരെ വേഗത്തിൽ പോകും. എന്നിട്ട് കുറെ കൂടി സൗകര്യപ്രദമായ ഒരു സ്ഥലം കണ്ടുപിടിക്കാം. ഇത്രയും തണുപ്പുള്ള സ്ഥലം അല്ലെങ്കിൽ പോലും. ഈശോ വാക്ക് നൽകി. കൃത്യമായും നാം എങ്ങോട്ടാണ് പോകുന്നത്? പത്രോസ് ചോദിച്ചു. കഷ്ടത അനുഭവിക്കുന്നവർക്ക് പെസഹ നൽകുന്നതിനു വേണ്ടി ദീർഘകാലമായി ഇത് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടാണിരുന്നത്. എങ്കിലും എനിക്കത് കഴിഞ്ഞില്ല. ഗലീലിയായിലേക്ക് തിരികെ പോകാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എനിക്കിത് കഴിയുമായിരുന്നു. ഇപ്പോൾ നാം തിരഞ്ഞെടുക്കാത്ത വഴിയെ പോകുവാൻ അവർ നിർബന്ധിക്കുകയാണ്. യോനായെയും പാവപ്പെട്ട സുഹൃത്തുക്കളെയും അനുഗ്രഹിക്കുന്നതിനു വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ പോകുന്നത്. എങ്കിൽ നാം വളരെയധികം സമയം നഷ്ടപ്പെടുത്തുകയായിരിക്കും. പെസഹ അടുത്തു കഴിഞ്ഞിരിക്കുന്നു. എപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും കാലതാമസങ്ങൾ ഉണ്ടായേക്കാം. പരാതികളുടെ ഒരു കൂട്ടം അപ്പോഴും ഉയർന്നു. ഈശോയ്ക്ക് ഇത്രയധികം ക്ഷമ കാണിക്കുവാൻ കഴിയുന്നത് എങ്ങനെയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആരെയും ശകാരിക്കാതെ ഈശോ ഇപ്രകാരം പറഞ്ഞു, ദയവായി നിങ്ങൾ എന്നെ തടയരുത്. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള എന്റെ ആഗ്രഹം മനസ്സിലാക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം. എനിക്ക് ഈ ലോകത്തിൽ നിർവഹിക്കാനുള്ള ആശ്വാസ ദൗത്യം ഇതാണ്: സ്നേഹിക്കുകയും ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുക. അപ്പോൾ നാം ഇവിടെ നിന്നാണോ പോകുന്നത്? അതിലും നല്ലത് നസ്രത്തിൽ നിന്ന് പോകുന്നതല്ലേ? ഞാൻ ഇത് നിർദ്ദേശിച്ചിരുന്നെങ്കിൽ നിങ്ങൾ വഴക്കു കൂട്ടുമായിരുന്നു. ഞാൻ ഇവിടെ ഉണ്ടെന്ന് പോലും വിചാരിക്കാതെ. ഇത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്, കാരണം നിങ്ങൾ ഭീരുക്കളാണ്. ഭീരുക്കളോ? ഹേയ്, അങ്ങനെയല്ല. അങ്ങേക്ക് വേണ്ടി പൊരുതാൻ ഞങ്ങൾ തയ്യാറാണ്. ആ പരീക്ഷണത്തിന് നിങ്ങളെ വിധേയരാക്കരുതേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. നിങ്ങൾ വഴക്കുണ്ടാക്കുന്നവരും കോപിഷ്ഠരും എന്നെ ആക്രമിക്കുന്നവരോട് പ്രതികാരം ചെയ്യുന്നവരും അയൽക്കാരോട് വിനയപൂർവ്വം പെരുമാറുന്നവരും ഒക്കെയാണ്. അതെല്ലാം എനിക്കറിയാം. എങ്കിലും നിങ്ങൾ ധൈര്യശാലികൾ ആണെന്ന് ഞാൻ വിചാരിക്കുകയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും പ്രധാന വഴിയെ പോകാവുന്നതാണ്. സമയം വന്നിട്ടില്ലാത്തതിനാൽ എനിക്ക് യാതൊന്നും സംഭവിക്കുകയില്ല. എന്നാൽ നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് വിഷമമുണ്ട്. എന്റെ അമ്മ പറയുന്നത് ഞാൻ അനുസരിക്കേണ്ടിയിരിക്കുന്നു. കൂടാതെ സൈമൺ എന്ന പരീശനെ ബുദ്ധിമുട്ടിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അവരെ വെറുക്കുകയില്ല, എങ്കിലും അവരെന്നെ വെറുക്കുന്നു. ഇവിടെ നിന്നും നാം എങ്ങോട്ട് പോകും? ഈ സ്ഥലം എനിക്ക് ഒട്ടും പരിചയമില്ല, തോമ പറഞ്ഞു. നമ്മൾ താബോറിലേക്ക് പോകും. കുറെ ദൂരം തീരപ്രദേശത്തു കൂടി പോകാം. പിന്നെ നായിൻ വഴി എൻഡോറിലേക്കും അവിടെ നിന്നും സമതലം വഴി എസ്ദ്രായിലോണിലേക്കും പോകാം. നിങ്ങൾ ഭയപ്പെടേണ്ട. ദോറാസും ദോറാസിന്റെ മകനും യോഹന്നാനും ജെറുസലേമിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഹായ്, അത് കൊള്ളാം. കൊടുമുടിയുടെ മുകളിൽ ഒരു സ്ഥലത്ത് നിന്നാൽ റോമായിലെ വലിയ കടൽ കാണാമെന്ന് അവർ പറയുന്നു. ഞാനത് വളരെ ഇഷ്ടപ്പെടുന്നു. ഞങ്ങളെ അത് കൊണ്ടുപോയി കാണിക്കുമോ?
യോഹന്നാൻ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ ഈശോയോട് ചോദിച്ചു. അതേപ്പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. എന്തുകൊണ്ടെന്നാൽ അത് വളരെ വലുതാണ്. നിങ്ങൾക്കതിന്റെ അഗ്രം കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഇത് കേട്ടിട്ട് എനിക്ക് ദൈവത്തിന്റെ കാര്യം ഓർമ്മ വരുന്നു. നമ്മൾ ലെബനോനിലായിരുന്നപ്പോൾ ആണ് ഞാൻ ആ കടൽ ആദ്യമായി കണ്ടത്. കാരണം അതിനു മുമ്പ് ജോർദാനോ നമ്മുടെ കൊച്ചു കടലോ ഒഴികെ മറ്റൊന്നും ഞാൻ കണ്ടിരുന്നില്ല. അതിനാൽ എന്റെ മനസ്സിളകി. ഞാൻ കരഞ്ഞുപോയി. അത്രയ്ക്ക് നീല നിറം, അത്രയ്ക്ക് വെള്ളം. ഒരിക്കലും അത് കരകവിഞ്ഞ് ഒഴുകിയിരുന്നില്ല. എന്തൊരു അത്ഭുതകരമായ കാഴ്ച! നക്ഷത്രങ്ങൾ ആ കടലിൽ പ്രകാശം ചൊരിഞ്ഞ് പാത കാണിച്ചിരുന്നു. ഓ, ആരും എന്നെ കളിയാക്കരുത്. സൂര്യന്റെ സുവർണപാതയും ചന്ദ്രന്റെ രജതപാതയും ഞാൻ കണ്ടു. അവ നീങ്ങി മറയുന്നതുവരെയും ഞാൻ നോക്കി. വെളുപ്പ് നിറമല്ലാതെ മറ്റൊന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ആ പാതകൾ എന്നോട് സംസാരിച്ചു. അവ പറഞ്ഞു, ദൈവം അതാ അവിടെ, അനന്തമായ അകലത്തിലാണ്. അഗ്നിയിലേക്കും പരിശുദ്ധിയിലേക്കുമുള്ള വഴികൾ ഇവയാണ്. ഈ വഴികൾ പിന്തുടർന്നാൽ ഏതൊരാത്മാവിനും ദൈവത്തിലെത്താം. വരൂ, അനന്തതയിലേക്ക് കുതിച്ചു ചാടൂ. ഈ വഴികളിലൂടെ സഞ്ചരിച്ച് അനന്തനായ ദൈവത്തെ കണ്ടെത്തൂ. യോഹന്നാൻ, നിങ്ങളൊരു കവിയാണല്ലോ, തദേവുസ് അഭിനന്ദനപൂർവ്വം പറഞ്ഞു. ഇതൊരു കവിതയാണോ എന്നെനിക്കറിഞ്ഞുകൂടാ. എന്നാൽ ഇതെന്റെ ഹൃദയത്തിൽ കത്തിജ്വലിക്കുന്നു. എന്നാൽ യോഹന്നാൻ, കേസറിയായിൽ വച്ചും തൊളോമസിൽ വച്ചും നിങ്ങൾ കടൽ കണ്ടിട്ടുണ്ടല്ലോ. അതും വളരെ അടുത്ത്. നാം കടൽക്കരയിൽ പോയിരുന്നല്ലോ. പിന്നെ ഈ വഴി മുഴുവൻ സഞ്ചരിച്ച് വീണ്ടും കടൽവെള്ളം കാണേണ്ട ആവശ്യം എനിക്കുണ്ടായിട്ടില്ല. മാത്രമല്ല, നമ്മളൊക്കെ വെള്ളത്തിൽ ജനിച്ചവരല്ലേ? സെബെദീപുത്രനായ യാക്കോബ് അഭിപ്രായപ്പെട്ടു. നിർഭാഗ്യവശാൽ നമ്മളൊക്കെ ഇപ്പോൾ അതിലാണല്ലോ. യോഹന്നാൻ പറയുന്നത് കേൾക്കാൻ അല്പനേരം ശ്രദ്ധ തിരിച്ച പത്രോസ് ഒരു പടുകുഴിയിലെ വെള്ളത്തിൽ ചാടിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ എല്ലാവരും ചിരിച്ചുപോയി, പത്രോസും. എന്നാൽ യോഹന്നാൻ ഇപ്രകാരം മറുപടി പറഞ്ഞു, അത് ശരിയാണ്. എങ്കിലും ഉയരത്തിൽ നിന്ന് കാണുമ്പോൾ അത് കൂടുതൽ മനോഹരമാണ്. അപ്പോൾ കൂടുതൽ പ്രദേശം കാണുവാൻ കഴിയും. കടലിന്റെ ആഴത്തെയും വിസ്തൃതിയെയും പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. സ്വപ്നത്തിലെന്ന പോലെ പുഞ്ചിരിച്ചു. മനുഷ്യാകാരമായ ഒരു റോസാ പുഷ്പത്തിൽ മഞ്ഞുതുള്ളികൾ പതിച്ചതുപോലെ അദ്ദേഹം കാണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മനോഹരവും മൃദുലവുമായ ത്വക്കും ആകർഷകമായ തലമുടിയും വിയർപ്പുകൊണ്ട് നനഞ്ഞപ്പോൾ അവയ്ക്ക് റോസാദലങ്ങളുമായി കൂടുതൽ സാദൃശ്യമുണ്ടായി. നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത്? നിങ്ങൾ എന്താണ് സ്വപ്നം കാണുന്നത്? ഈശോ തന്റെ പ്രിയപ്പെട്ട ശിഷ്യനോട് പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. ഉറക്കത്തിൽ സംസാരിക്കുന്ന ഒരു പുത്രനെ ചോദ്യം ചെയ്യുന്ന പിതാവിനെ പോലെ അവിടുന്ന് കാണപ്പെട്ടു. ഈശോ യോഹന്നാന്റെ ആത്മാവിനോടാണ് സംസാരിച്ചത്. തന്റെ പ്രിയ ശിഷ്യന്റെ സ്വപ്നത്തെ അലങ്കോലപ്പെടുത്താത്ത തരത്തിൽ വളരെ സൗമ്യമായിട്ടാണ് അവിടുന്ന് ചോദ്യം ചെയ്തത്. അനന്തമായ സമുദ്രത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനും അപ്പുറത്ത് അന്യനാടുകളിലേക്ക്, അവിടെ പോയി അങ്ങയെപ്പറ്റി സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. റോമിലും ഗ്രീസിലും പോകുന്നതിനെപ്പറ്റി ഞാൻ സ്വപ്നം കാണുകയാണ്. അപ്രകാരം നിറഞ്ഞ സ്ഥലങ്ങളിൽ അങ്ങയുടെ പ്രകാശം എത്തിക്കുവാൻ, അങ്ങനെ അന്ധകാരത്തിൽ കഴിയുന്നവർ അങ്ങയുമായി ഐക്യപ്പെടുവാൻ, ലോകത്തിന്റെ പ്രകാശമായ അങ്ങയുമായി ഒന്നാകുവാൻ ഞാൻ മെച്ചപ്പെട്ട ഒരു ലോകം സ്വപ്നം കാണുന്നു. അങ്ങയെ സംബന്ധിച്ച ജ്ഞാനത്തിലൂടെ മെച്ചപ്പെട്ട ഒരു ലോകം. പരസ്നേഹത്തെ സംബന്ധിച്ച അറിവിലൂടെ ജനങ്ങൾ നല്ലവരും പരിശുദ്ധരും ധീരരുമാകും. ആ സ്നേഹം ലോകത്തെ സ്നേഹപൂർണമാക്കുകയും ലോകം അവിടുത്തെ നാമവും അവിടുത്തെ വിശ്വാസവും അവിടുത്തെ ഉപദേശവും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യും. വിദ്വേഷം, പാപം, ജഡികമോഹം, മനസ്സിന്റെ തിന്മകൾ, സ്വർണം തുടങ്ങി എല്ലാറ്റിനും ഉപരിയായി ഇവ ഉയർത്തിപ്പിടിക്കും. ദൈവികമായ സമുദ്രത്തിലൂടെ എന്റെ സഹോദരന്മാരുമൊത്ത് പ്രകാശത്തിന്റെ പാതയിലൂടെ അങ്ങയിലേക്ക് വരുന്നതായി ഞാൻ സ്വപ്നം കാണുന്നു.
അങ്ങയുടെ അമ്മ അങ്ങയെ ഒരിക്കൽ താഴെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതുപോലെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന, പ്രതിബന്ധങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ സന്തോഷിക്കുന്ന, വളരെയേറെ ഭാരപ്പെടുന്ന, മുതിർന്നവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പാട്ട് പാടുന്ന, മുന്നോട്ടു പോകുന്ന, പുഞ്ചിരിച്ചുകൊണ്ട് മരണത്തെ അഭിമുഖീകരിക്കുന്ന, താൻ എന്താണ് ചെയ്യുന്നതെന്നറിയാതെ വിനയത്തോടെ മഹത്വത്തിലേക്ക് ഉയരുന്ന, താൻ അങ്ങിലേക്ക് വരുന്നു എന്ന് മാത്രം അറിയാവുന്ന ഒരു ശിശുവാണ് താനെന്ന് ഞാൻ സ്വപ്നം കാണുന്നു. ചിത്തഭ്രമം ബാധിച്ചതുപോലെ യോഹന്നാൻ പറയുന്ന ഈ വാക്കുകൾ മറ്റ് അപ്പസ്തോലന്മാർ ശ്വാസമടക്കി നിന്ന് കേട്ടു. ഓരോരുത്തരും അവരവരുടെ സ്ഥാനത്ത് നിശ്ചലരായി നിന്ന് തങ്ങളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ യോഹന്നാൻ കണ്ണുകൾ പൂട്ടി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു. ഹൃദയത്തിൽ നിന്നും ഉയർന്നു വന്ന സ്നേഹത്തിന്റെ ആവരണം അവന്റെ കണ്ണുകളെ മറച്ചതായി തോന്നി. ഈ അവസ്ഥയിൽ തന്റെ ശിഷ്യനെ കാണാനിടയായ ഈശോ ആനന്ദവിവശനായി. യോഹന്നാൻ ഇത്രയും പറഞ്ഞ ശേഷം അല്പം മുമ്പോട്ട് കുനിഞ്ഞു. നസ്രത്തിൽ വച്ച് മംഗളവാർത്താ സമയത്ത് കന്യകയായ മേരി പ്രാപിച്ച ദൈവകൃപയെ ഓർമ്മിക്കുന്നതായിരുന്നു യോഹന്നാന്റെ ആ നിൽപ്പ്. ഈശോ അദ്ദേഹത്തിന്റെ നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, നമുക്ക് പോയി ആ സമുദ്രത്തെപ്പറ്റി ധ്യാനിക്കാം. അങ്ങനെ ഈ ലോകത്തിലെ എന്റെ വരുവാനിരിക്കുന്ന രാജ്യത്തെപ്പറ്റി ഒരിക്കൽ കൂടി നീ സ്വപ്നം കാണാൻ ഇടയാകട്ടെ. കർത്താവേ, പിന്നീട് നാം എൻഡോറിലേക്ക് പോകുമെന്ന് അങ്ങ് പറഞ്ഞല്ലോ. എന്നെയും സന്തോഷിപ്പിക്കുക. അങ്ങനെ ആ പയ്യന്റെ ദുരഭിപ്രായത്തിൽ നിന്നും എനിക്ക് മോചനം ലഭിക്കട്ടെ. സ്കറിയോത്ത പറഞ്ഞു. ഓഹോ, നീ ഇപ്പോഴും അതേപ്പറ്റി ചിന്തിച്ചിരിക്കുകയാണോ? ഈശോ ചോദിച്ചു. അതെ, എപ്പോഴും അങ്ങയുടെ മുമ്പിലും എന്റെ കൂട്ടുകാരുടെ മുമ്പിലും എനിക്കത് ക്ഷീണമായി പോയി. അങ്ങ് എന്തു വിചാരിക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. നിസ്സാര കാര്യങ്ങളെ ചൊല്ലി നീ മനപ്രയാസപ്പെടുന്നതെന്തിന്? ഞാനും മറ്റുള്ളവരും അതൊക്കെ മറന്നു കഴിഞ്ഞു. പക്ഷെ വീണ്ടും വീണ്ടും അത് ഓർമ്മിപ്പിക്കുകയാണ്. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ തലോടൽ മാത്രം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നീ. ഒരു കൊച്ചുകുട്ടിയുടെ വാക്ക് ഒരു ന്യായാധിപന്റെ വിധി പ്രസ്താവം പോലെ നീ എടുക്കുന്നതായി തോന്നുന്നു. എന്നാൽ ആ വാക്കുകളെയല്ല, നിന്റെ പ്രവൃത്തികളെയും ദൈവത്തിന്റെ വിധി തീർപ്പിനെയുമാണ് ഭയപ്പെടേണ്ടത്. എങ്കിലും മുമ്പത്തേതുപോലെ തന്നെ എപ്പോഴും എനിക്ക് പ്രിയപ്പെട്ടവനായിരിക്കും. ഇത് നിന്നെ ബോധ്യപ്പെടുത്താനായി ഞാൻ പറയുന്നു. ഞാൻ നിന്നെ തൃപ്തിപ്പെടുത്തും. എൻഡോറിൽ നിനക്ക് എന്താണ് കാണേണ്ടത്? പാറക്കെട്ടുകൾക്കിടയിലുള്ള പാവപ്പെട്ട ഒരു ഗ്രാമമല്ലേ അത്? എന്നെ അവിടെ കൊണ്ടുപോകൂ. അപ്പോൾ ഞാൻ അങ്ങയോട് പറയാം. ശരി തന്നെ, എന്നാൽ അത് നിനക്ക് പിന്നീട് ആപത്തിന് കാരണമായി തീരരുത്. സമുദ്രത്തെപ്പറ്റി ധ്യാനിക്കുന്നത് അയാൾക്ക് ആപത്കരമല്ലെങ്കിൽ എൻഡോർ കാണുന്നത് എനിക്കും ആപത്കരമാവുകയില്ല. കാണാനോ? എന്നാൽ കാണാൻ ആഗ്രഹിക്കുന്നതിന്റെ പിന്നിലുള്ള അഭിലാഷം ഉപദ്രവകരമായേക്കാം. എങ്കിലും നമുക്ക് പോകാം. അവർ താബോർ മലയിലേക്കുള്ള വഴിയിലൂടെ നടന്നു. അപ്പോൾ ആ മല അടുത്തടുത്ത് വരുന്നതായി തോന്നി. അപ്പോഴേക്കും ചതുപ്പ് പ്രദേശങ്ങൾ മാറി കടും തറ പ്രത്യക്ഷപ്പെട്ടു. അവിടെ കൃഷിവിളകൾ കുറവായിരുന്നുവെങ്കിലും വലിയ വൃക്ഷങ്ങളും കുറ്റിക്കാടുകളും മുൾച്ചെടികളും ധാരാളമുണ്ടായിരുന്നു. അവയുടെ പുതിയ ഇലകളും പൂക്കളും നയനമനോഹരമായിരുന്നു.